എങ്ങനെയാണ് ഈ തട്ടിപ്പുകാർ നിങ്ങളിലേക്ക് എത്തിയത്? മാഡം, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയാണ് ആദ്യം എൻ്റെ ഒരു ബന്ധു വഴി ബന്ധപ്പെടുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞു അഗസ്റ്റിൻ എന്നുള്ള ഒരാളുണ്ട്. പുള്ളിക്കാരൻ കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പുള്ളിക്കാരൻ വിചാരിച്ചാൽ KSRTCയുടെ കീഴിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ജീവനക്കാരുടെ ഒരു ഇതുണ്ട്, അവിടെ ജോലി സ്ഥിരപ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അഗസ്റ്റുമായി ബന്ധപ്പെടുന്നത്. പിന്നീട് ഈ അഗസ്റ്റിനെ ബന്ധപ്പെട്ടപ്പോൾ അഗസ്റ്റിനെ അയാളുടെ നമ്പർ തരികയും അയാളുടെ നമ്പറിലേക്ക് വിളിച്ചതിന് ശേഷം അയാൾ KB ഗണേഷ് കുമാറിൻ്റെ അടുത്ത ബന്ധമുണ്ട്, അവിടുത്തെ കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ വന്നാൽ മിനിസ്റ്ററായി നേരിട്ട് കണ്ടുകൊണ്ട് പൈസ കൊടുത്താൽ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ആക്കിത്തരാണെന്ന് പറഞ്ഞിരുന്നത് ആദ്യ ഘട്ടത്തിൽ. പിന്നീട് ഇയാൾ വിളിക്കുന്ന സമയത്ത് പറഞ്ഞു PSCയുടെ ചില നോട്ടിഫിക്കേഷൻ ഇറങ്ങാൻ പോകുന്നുണ്ട്, കേരള ബാങ്ക്, KSRTC, പോലീസ്, ഖാദി ബോർഡ്, പൊല്യൂഷൻ കൺട്രോൾ, ഇങ്ങനെ ചില PSCയിൽ ചില നോട്ടിഫിക്കേഷൻ ഇറങ്ങാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് ശരിയാക്കി തരാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡിസംബർ മാസം ലാസ്റ്റത്തോടെ ഈ നോട്ടിഫിക്കേഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ അഗസ്റ്റിൻ ജോൺ എന്ന് പറയുന്ന ആൾ ഓരോ ടൈമിലായിട്ട് തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി പറയും, മിനിസ്റ്ററെ കാണാമെന്ന് പറയും. ചില ദിവസങ്ങൾ വിളിച്ച് മിനിസ്റ്റർ ഇവിടെ ഇല്ല, 2 ദിവസം മുന്നേ വിളിച്ച് മിനിസ്റ്റർ ഇവിടെ ഇല്ല, മിനിസ്റ്റർ ചില പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി പോയി. ഫെബ്രുവരി 20-ാം തീയതി വരാൻ പറഞ്ഞ് ആ ദിവസം ഞാൻ അവിടെ പോയപ്പോൾ കേരള കോൺഗ്രസ് ബിയുടെ ഓഫീസിൽ പോയപ്പോൾ മിനിസ്റ്റർ അവിടെയുണ്ട്. അവിടുന്ന് ഇയാൾ എന്നെ ഫോൺ വിളിച്ചിട്ട് ഒരാൾക്ക് തരികയാണ്. എന്നിട്ട് എന്നോട് പറയുകയാണ് ഇത് കടകംപള്ളി സുരേന്ദ്രനാണ്, CPMൻ്റെ നേതാവാണ്, അപ്പോൾ നിങ്ങൾ അധികമൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട സാറ് പറയുന്നു. അപ്പുറന്ന് ആ ആൾ പറയുകയാണ് എല്ലാം അഗസ്റ്റിൻ പറഞ്ഞിട്ടില്ലേ, അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഇവിടെ ശരിയാണെന്ന് പറയുകയാണ്. പിന്നെ ഇവിടെ ലേഡിയെ വിളിക്കുകയാണ് അയാൾ, ഇത് CPMൻ്റെ ഒരു ഉയർന്ന ലേഡിയാണ് പറയുകയാണ്. ആ ലേഡി പറയുകയാണ് ഇത് രക്തസാക്ഷി കുടുംബങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സീറ്റുകളാണ്, അതാണ് നിങ്ങൾക്ക് തരുന്നത്, പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ലേഡി പറയുന്നത് 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, ഇന്ന് 10 ലക്ഷം രൂപ അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനന്ന് ഇവിടെ പെട്ടെന്ന് തന്നെ ആ ഓഫീസിൽ ഞാൻ ഒരു 1-2 മണിക്കൂർ ആ ഓഫീസിലുണ്ടായിരുന്നു. അവിടെ ഈ അഗസ്റ്റിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അഗസ്റ്റിൻ ജോൺ കൊച്ചുപറമ്പിൽ, കേരള കോൺഗ്രസ് ബി ജില്ലാ ജനറൽ സെക്രട്ടറി എന്നായിരുന്നു അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്, അയാളുടെ സീറ്റിൻ്റെ പുറകിലായിട്ട്. അവരുടെ യൂത്ത് വിങ്ങിൻ്റെ ഒരു നേതാവ് വന്നിട്ട് അഗസ്റ്റിനെ മിനിസ്റ്റർ വിളിക്കുന്നു, മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ അഗസ്റ്റിൻ എൻ്റെ കയ്യിൽ നിന്ന് ഫയലും പൈസയും മേടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. ഒരു 3 മിനിറ്റ് ശേഷം താഴെ ഇറങ്ങി വരുമ്പോൾ ഇയാളുടെ കയ്യിൽ ഫയലും പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ അഗസ്റ്റിൻ പിന്നെ എന്നോട് പറയുന്നത് മിനിസ്റ്റർ പെട്ടെന്നൊരു വാർത്താ സമ്മേളനം, അതിലേക്ക് പോകണം, പത്രസമ്മേളനത്തിന് വേണ്ടി പോകണം, നമ്മളോട് സെക്രട്ടറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുകയാണ്. ഈ പോകുന്ന വണ്ടിയിൽ ഇയാൾ വീണ ജോർജിൻ്റെ PA എന്ന് പറഞ്ഞ് പലരെയും വിളിക്കുന്നുണ്ട് പാസിന് വേണ്ടിയിട്ട്, സെക്രട്ടറിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ഗണേഷ് കുമാറിൻ്റെ PA വിളിക്കുന്നുണ്ട് പാസിന് വേണ്ടിയിട്ട്. പിന്നെ എന്നോട് പറഞ്ഞു ഒരു പാസേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇയാൾ സെക്രട്ടറിൻ്റെ ഉള്ളിൽ കയറി പോയും തിരിച്ചു വരുമ്പോൾ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ തുടക്കത്തിലുണ്ടായ സംഭവം. പിന്നീട് ഈ ജോലി ശരിയാകുന്നില്ല, ലോക്സഭാ ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഹലോ മാഡം, ഹലോ, എനിക്ക് കേൾക്കാം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ കാര്യങ്ങൾ നടക്കുന്നില്ല. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ കാര്യങ്ങൾ നടക്കുന്നില്ല. പിന്നെ മെയ് ആകുമ്പോൾ ഇയാൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മെയ് മാസത്തിൽ ഇയാൾ പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും ഖാദി ബോർഡിലേക്കും വേണ്ട ആൾക്കാരായിട്ടില്ല, 8 ഒഴിവുകൾ അതിനുള്ളത്, അതിലാളായിട്ടില്ല, അതിലും കൂടി ആൾക്കാർ പൂർണ്ണമായി കഴിഞ്ഞാൽ ആ ഒരു ബാച്ച് കയറ്റി വിട്ടാൽ മാത്രമേ നിങ്ങളുടെ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നീട് അയാൾ ഇങ്ങോട്ട് വിളിക്കുകയാണ്, നിങ്ങൾക്ക് പരിചയമുള്ള ആരും ഉണ്ടെങ്കിൽ നിങ്ങളത് ശരിയാക്കൂ, അങ്ങനെ അവർ കയറി കഴിഞ്ഞാൽ ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കത്തുള്ളൂ എന്ന്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ 2 പേര്, ഒന്ന് ഒരു CPMൻ്റെ ഒരു പൊളിറ്റീഷ്യനാണ്, നിലവിൽ ഒരു കൗൺസിലറാണ് പുള്ളിക്കാരൻ, അയാളും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഈ അഗസ്റ്റിൻ്റെ വീട്ടിൽ തന്നെ പോവുകയാണ് നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ഇയാൾ അവിടെയുള്ള ഒരു ആൽബം എടുത്ത് കാണിക്കുകയാണ്, ഈ എല്ലാ ആൾക്കാരെയും ഒന്നിച്ച് നിൽക്കുന്ന ആൽബങ്ങൾ, ഫോണിലെ ഫോട്ടോകൾ എടുത്ത് കാണിക്കുകയാണ്. അവരോടും പറഞ്ഞിട്ടുള്ളത് ഈ തരത്തിൽ തന്നെയാണ്, രക്തസാക്ഷി കുടുംബങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സീറ്റാണ്. ഇത് വിശ്വസിച്ച് മെയ് 5-ാം തീയതിയാണ് അയാളുടെ വീട്ടിൽ പോകുന്നത്. 8-ാം തീയതി അവർ പൈസ ഇട്ട് കൊടുക്കുന്നു, അക്കൗണ്ടിലേക്കാണ് പൈസ ഇട്ട് കൊടുക്കുന്നത്. അതിന് അയാൾ കൃത്യമായി ചെക്കും പോസ്റ്റൽ വഴി തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെ മാഡം, അയാൾ പോസ്റ്റൽ വഴി തന്നെ അതിൻ്റെ ചെക്കും കൂടി അയച്ചു തന്നു.
പിന്നീട് ഇയാൾ പറയുന്നത് ട്രിവാൻഡ്രം മേയർ ആര്യ രാജേന്ദ്രനായി ശ്രീമതി ആര്യ മേഡായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ചില അലിഗേഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഓഫീസിലൊക്കെ വളരെ പരിശോധനകളാണ്, കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. പിന്നീട് മന്ത്രി മുഹമ്മദ് റിയാസ് അവരുടെ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ലാപ്ടോപ്പുകളും ഫയലൊക്കെ വിജിലൻസ് കൊണ്ടുപോയി. ഇതൊക്കെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അവർ. അതിനുശേഷം ഇതിൻ്റെ ചെയ്തെന്ന ആളെ നേരിട്ട് കാണുമെന്ന് പറഞ്ഞപ്പോൾ ഈ അഗസ്റ്റിൻ്റെ വീട്ടിൽ തന്നെ ചെല്ലാൻ പറയുകയും അവിടെ PSCയുടെ ടാഗും PSCയുടെ കുറേ ഫയലുമായിട്ട് ഒരാൾ വരികയാണ്. അയാൾ കുറേ ഇത് കാണിച്ചു തരികയാണ്, റിക്രൂട്ട്മെൻറ്റ് കുറേ കാര്യങ്ങൾ കാണിച്ചു തരികയാണ്, അപ്പോയിൻമെൻറ്റ് ലെറ്ററും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞങ്ങൾ കയറ്റിയതാണ്. ഇവരൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ 3 മാസം എന്ന് പറഞ്ഞിട്ട് 1.5 മാസം കൊണ്ടൊക്കെ കയറ്റിയവരാണ്, ഇത് കയറാൻ പോകുന്നവരാണ്, ഇങ്ങനെ ഒരു വിജിലൻസ് റെയ്ഡ് നടന്നുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഫയലൊക്കെ കാണിച്ചു തരികയാണ്. അയാൾ പേര് പറഞ്ഞ സുരേഷ് ബാബു എന്നാണ് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടും ജോലി നടക്കാൻ ചെന്നപ്പോഴാണ് ഇയാൾ അടുത്ത ഓരോ കാര്യങ്ങൾ പറയുന്നത്. മിൽമയിൽ ഒഴിവുണ്ട്, മിൽമ ഒരു ബോർഡിലെ ആൾ തന്നെ പോസ്റ്റാണ്, നിങ്ങൾക്ക് അവർ നേരിട്ട് പോയി കാണാം. അതൊരു ആഗസ്റ്റ് മാസത്തോടെയാണ് അയാൾ ആ കാര്യം പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, പൈസ തിരിച്ചു തന്നേക്കുമെന്ന് പറഞ്ഞു. ഈ പൈസ തിരിച്ചു തരാൻ വേണ്ടി അപ്പോൾ അയാൾ ഈ PSCയിലെ ഉദ്യോഗസ്ഥൻ്റെ ആളെ കൊണ്ട് കോൺഫറൻസ് കോളിട്ട് വിളിക്കുകയാണ്. നിങ്ങളുടെ ഫയലൊക്കെ ആയി, ഇതാ മുഖ്യമന്ത്രിയുടെ കയ്യിലാണുള്ളത്, മുഖ്യമന്ത്രിയും കൂടി ഒപ്പിട്ടയക്കണം. അത്തരത്തിലുള്ള സംസാരമാണ് പിന്നെ അയാളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. പിന്നീട് പൈസ തിരിച്ചു തരാൻ ഓരോ ഡേറ്റുകൾ പറയും, പൈസ കിട്ടാതാവുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടത് ഇയാൾ ഒരുപാട് പേരെ ഇങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ പിന്നീട് ഒരു ദിവസം ഇയാൾ എന്നോട് വിളിച്ച് പറയുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, വീട്ടിൽ വന്ന് പൈസ തരാമെന്ന്. അത് ശരിക്കും പറയാൻ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതൊരു ഹണി ട്രാപ്പിൻ്റെ ഒരു ഇതായിരുന്നു, പുള്ളിക്കാരൻ്റെ വീട്ടിലെത്തിച്ചുകൊണ്ട് ഹണി ട്രാപ്പിൽ പെടുത്താനുള്ള ഒരു ഇതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ പലരും പെട്ടിട്ടുണ്ട് അവിടെ, ഹണി ട്രാപ്പിൽ അവിടെ പെട്ടിട്ടുണ്ട് ഇയാളുടെ വീട്ടിൽ. ഇയാളുടെ ഒരു സുഹൃത്ത് തന്നെ എനിക്ക് ആ വിവരം തന്നു. ഇതേപോലെ PSCയുടെ ജോലി പൈസ കിട്ടാതെ അവർ വീട്ടിൽ പോയപ്പോൾ അവരെ ഒരു പോലീസുകാരനെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പോലീസുകാർ അയാളുടെ വീട്ടിലെത്തിയും തിരിച്ച് ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഇയാളുടെ ഭാര്യയെ ഇങ്ങനെ ഇമ്മോറലായിട്ട് പെരുമാറി, നിങ്ങൾ കേസ് വേണോ അല്ലെങ്കിൽ നിങ്ങൾ മാനം പോകും, എന്താ വേണ്ടെന്നുള്ളത്. പിന്നെ ആരും മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ അവിടെ പോയിട്ടില്ല, അയാളുടെ തിരുവനന്തപുരത്തേക്ക് പോയിട്ടില്ല. പിന്നീട് ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ മിനിസ്റ്റർ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയില്ലേ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ലേ, ഇതൊക്കെ ലാസ്റ്റ് നിങ്ങളുടെ തലയിൽ തന്നെ വന്നിട്ടാണ് വീഴുക, നിങ്ങളതിൽ കുറ്റവാളികളായി മാറുക, ഇത് ആദ്യത്തെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരമൊക്കെ. പിന്നെ തിരുവനന്തപുരത്ത് വേണം നിങ്ങൾ പരാതി കൊടുക്കാൻ, നമുക്ക് ഈ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇരിട്ടി പോലീസ് സ്റ്റേഷൻ, ഇരിട്ടി പോലീസ് സ്റ്റേഷൻ. അന്ന് ആ പരാതിയിൽ ഞാൻ എഴുതിയ പരാതിയിൽ ലാസ്റ്റ് പേജിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് വായിക്കട്ടെ മാഡം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ച റെക്കോർഡ് ഉണ്ട്, പൈസ റെഡിയാക്കി തരാം എന്ന് ലിൻഡ ജോൺ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ അല്ല, 2024 ഡിസംബർ 12 ശേഷം 13-ാം തീയതിയാണ് ഞാൻ തിരുവനന്തപുരം അത് വിടാമണം. അഗസ്റ്റിൻ ജോൺ കൊച്ചുപറമ്പിൽ എന്നയാൾ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവായതിനാലും മന്ത്രിമാരായ ഗണേഷ് കുമാർ, റോഷി അഗസ്റ്റ് എന്നിവരുടെ ബന്ധം രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളതിനാലും എൻ്റെ പരാതിയിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്നും എനിക്കും മറ്റു 2 പേർക്കും നഷ്ടപ്പെട്ട പണം തിരിച്ചു ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇവർ ഇതുപോലെയുള്ള വ്യാജ നിയമനങ്ങൾ പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും ഞങ്ങൾ നൽകിയ പണം എന്തു ചെയ്തു എന്നും ഈ പണം ഉപയോഗിച്ച് മകൻ UK-യിൽ ബിസിനസ് നടത്തിയിട്ടുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. ഇവർ വിദേശത്തേക്ക് കടന്നു കളയാനും സാധ്യതയുണ്ട്. ഇവർക്കെതിരെ സത്യസന്ധവും നീതിപൂർണമായ അന്വേഷണം നടത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ശരി. ഇത്ര വിപുലമായ ഒരു തട്ടിപ്പിന്റെ ഇത് 2025 പറയൂ ഇത് 2025 ജനുവരിയിൽ ഞാൻ സ്റ്റേഷനിൽ കൊടുത്തൊരു പരാതിയായിരുന്നു. പരാതി സ്വീകരിച്ചില്ല. അതിനുശേഷം പോലും ഇയാൾ ഒരുപാട് തട്ടിപ്പുകൾ നടത്തി. നിങ്ങൾ പുറത്തുവിട്ട 30 ലക്ഷം രൂപയുടെ തട്ടിപ്പ് പോലും അതിനുശേഷം പോലീസ് നടപടി എടുത്തിരുന്നെങ്കിൽ ഇയാൾ പിന്നീട് ഇതുപോലുള്ള സംവിധാനത്തിൽ ഇങ്ങനെ ഒരാളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് പരാതി നൽകിയിട്ടും ആ കേസ് എടുക്കാതെ പിന്നീട് അയാൾക്ക് സംസ്ഥാന വ്യാപകമായി തട്ടിപ്പ് നടത്തി വിലസാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ വിഷമകരമായ ഒരു സാഹചര്യം.